ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നസീർ മൗലവി അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മൗലിദ് സദസ്സുകൾ അത് ഹറാമാണ്. മാത്രവുമല്ല, 4 മദ്ഹബിലെ ഒരു പണ്ഡിതന്മാരുടെ പിന്തുണയും അതിനില്ല എന്ന അദ്ദേഹത്തിൻ്റെ ബാലിശവും ഒരു തെളിവിൻ്റെ പിൻബലവുമില്ലാത്ത വാദമാണ്. അദ്ദേഹം പറഞ്ഞത് അത്തരം മൗലിദ് സദസ്സുകൾ നടത്തൽ ഹറാമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. ആ വാദം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോഴത്തെ മൗലിദാണെങ്കിൽ ഒരു തർക്കമില്ല. ആധുനിക കാലത്തെ സമസ്തക്കാരുടെ സൂഫികളുടെ മൗലിദ് ഹറാമും ബിദ്അത്തും എന്നുള്ളതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. അശ്അരി ആവട്ടെ, മറ്റ് 4 മദ്ഹബിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരാവട്ടെ, ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോഴത്തെ മൗലിദ് ഹറാമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നടത്തുന്ന ഈ മൗലിദുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കന്മാർ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൗലിദുകളൊക്കെ ഹറാമാണ് എന്നും ഒരു തെളിവില്ല എന്നും ഒരു നൂറ്റാണ്ടിലെ ഒരു പണ്ഡിതനും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ ആകുത്തുകയും. ഇദ്ദേഹം വാസ്തവത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് ഒരു ബാലപാഠവും ഇല്ലാത്ത ആളാണ് എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. ആലോചിച്ച് നോക്ക് നിങ്ങൾ, പണ്ട് മുതൽക്ക് തന്നെ നമ്മളെ ഉലമാക്കന്മാർ കേരളത്തിൽ നടത്തിപ്പോരുന്ന സംഗതിയാണ് മൗലിദ് ആഘോഷം എന്നുള്ളത്. വലിയ വലിയ ആലിമീങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ ആലിമീങ്ങളും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ ആ മൗലിദ് സദസ്സുകൾ നടത്താമെന്നും മൗലിദുകൾ നടത്തണമെന്നും സുന്നത്താണെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണല്ലോ ഈ മൗലിദ് എന്ന് പറഞ്ഞാൽ. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ആ മദ്ഹാണ് യഥാർത്ഥത്തിൽ മൗലിദ് സദസ്സുകൾ എന്നുള്ളത്. ഇത് ഹറാമാണ് എന്നാണ് സാക്ഷാൽ നസീർ മൗലവി പറയുന്നത്. എന്ത് ശുദ്ധമായ വങ്കത്തമാണ് ഇത് പറയുന്നത്, ശുദ്ധമായ വിഡ്ഢിത്തമാണ് ഇയാൾ പറയുന്നത്. ഇദ്ദേഹം ഇസ്ലാമിന് ഒരു ബാലപാഠം പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഖുർആനിൽ തന്നെ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെ മദ്ഹ് ചെയ്യുന്ന ആളുകൾക്ക് നന്മയുണ്ട്, അവർ വിജയിച്ചവരാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. അദ്ദേഹം ഈ ഖുർആനിലും അദ്ദേഹം ഇങ്ങനെ ഖുർആനിൽ പോലും അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ലാതായിപ്പോയി എന്നത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് അല്ലേ. ഇനി അദ്ദേഹം പറഞ്ഞു ഒരു പണ്ഡിതന്മാർ ലോകത്തില്ല, അംഗീകരിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ചുരുക്കം ചില ഇമാമിങ്ങളുടെ ചില പണ്ഡിതന്മാരുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അവരൊക്കെ മൗലിദിനെ അംഗീകരിച്ചവരാണ്, മൗലിദിനെ പറഞ്ഞവരാണ്, മൗലിദ് വേണം, അത് സുന്നത്താണ് എന്ന് പറഞ്ഞവരാണ്. നോക്കൂ നിങ്ങൾ, 1-2 ഇമാമികൾ പേര് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ദഹിയ, അവർ മൗലിദിനെ അംഗീകരിക്കുന്നവരാണ്, ചൊല്ലണമെന്ന് പറഞ്ഞവരാണ്, സ്വന്തമായി ഒരു മൗലിദുള്ള ആളാണ്. അൽ ഇമാം ഇബ്നു ഖലിക്കാൻ, അവർ മൗലിദിനെ അംഗീകരിച്ചവരാണ്. അൽ ഇമാം അബൂ ഷാമ, ബഹുമാനപ്പെട്ട നബവി ഇമാമിൻ്റെ ഉസ്താദും കൂടിയാണ്. അവർ മൗലിദ് അംഗീകരിച്ച ആളാണ്, മൗലിദ് നടത്തണം എന്ന് പറഞ്ഞവരാണ്. ഇബ്നു കസീർ ദിമഷ്കി, അവരും മൗലിദിനെ അംഗീകരിച്ചവരാണ്. ഹാഫിദ്, ബഹുമാനപ്പെട്ട അലിമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, അവർ മൗലിദ് നടത്താം എന്ന് പ്രത്യേകമായി തെളിവ് പറഞ്ഞ ആളുകളാണ്. അലിമാം ഇബ്നുൽ മുലഖീൻ, അവരും ഈ മൗലിദ് അംഗീകരിച്ചവരാണ്. അടുത്തത് അലിമാം ഇബ്നുൽ ജിസ്രി, ഇവർ ഇമാം ജിസ്രി മൗലിദിനെ അംഗീകരിച്ചവരാണ്. അലിമാം ഇബ്നു നാസിറുദ്ദീൻ, ഇവരും ഇമാം മൗലിദ് അംഗീകരിച്ചവരാണ്. അതുപോലെ തന്നെ അൽ ഇമാം ഫത്തുഹുല്ലാഹി അൽ ബന്നാനി, അതുപോലെ തന്നെ അൽ ഇമാം ഇബ്നു ഇബാദുല്ലാഹി അൽ മാലിക്കി, അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, സൈനി ദഹ്ലാൻ, അൽ ഇമാം സഖാവി, അൽ ഇമാം അബൂ സുർഅ, അൽ ഇമാം അഹ്മദ് ഇബ്ൻ അഹ്മദ് ആബിദീൻ, ഹനഫി മദ്ഹബുകാരാണ്. ഇവരൊക്കെ മൗലിദ് ആഘോഷിക്കാമെന്നും മൗലിദ് നടത്താമെന്നും പറഞ്ഞ ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ വിവരക്കേട് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
ഇദ്ദേഹത്തിന് വിവരക്കേടാണ് നമുക്ക് കാര്യമായി ബോധ്യപ്പെടുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഇത്തരം ആളുകളുടെ ചതിയിൽ നിങ്ങൾ ഒരിക്കലും പെടാൻ പാടില്ല. ഇത്തരം ആളുകൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആളുകൾ സാധാരണക്കാരെ ആളുകളെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്. അവരുടെ ഈമ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ ആളുകൾ ഒരിക്കലും നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നവരല്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആരെങ്കിലും ചൊല്ലുന്നെങ്കിൽ അതിന് എതിര് നിൽക്കുന്ന ആളുകളാണ് ഈ ആളുകളെന്ന് നമ്മൾ ആ വസ്തുത നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നബിദിനവും മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ വീണ്ടും വരും. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.